അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം എല്ലാവരും ഉറങ്ങുന്നവരാണല്ലേ, പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുമുണ്ട്. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യം പഠിപ്പിച്ചു തന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ചെയ്ത് രാത്രി മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം ഒരു ചെറിയ കുഞ്ഞ് മരണപ്പെടുന്നത് പോലെയായിരിക്കും. അത്രമാത്രം ദോഷങ്ങളിൽ നിന്ന് മുക്തമായിട്ടാണ് നിങ്ങൾ മരണപ്പെടുക എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് കാണാം. ആ കാര്യം എന്താണ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം, പഠിക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പൂർണ്ണമായി നിങ്ങൾ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇദാ അഖൽത മൽജഅക, നീ നിന്റെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫതവല്ല വുളൂഅക ലിസ്വലാത്ത്, നീ നിസ്കാരത്തിന് വുളൂ എടുക്കുന്നത് പോലെ ഒരു വുളൂ എടുക്കണം. സുമ്മ ഇൽതജഅ അലാ ഷിഖിൽ അയ്മൻ, പിന്നെ വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണം. ഈ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കണം. പല ആളുകളും മലർന്നു കിടക്കുന്നവരുണ്ട്, ഇടതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുന്നവരുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, നീ വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണം. സുമ്മ ഖുൽ, എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഅബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വനബിയിക അല്ലദീ അർസൽത. ഇത് നീ പറഞ്ഞു കഴിഞ്ഞു. ഫഇൻ മിത്ത ഫീ ലൈലതിക, ആ രാത്രി എങ്ങാനും നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ മിത്ത അലൽ ഫിത്റ, നീ എല്ലാ ദോഷത്തിനെ തൊട്ടും മോചിതനായിട്ട് മരണപ്പെട്ടവനെ പോലെയാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസിന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നല്ല വുളൂ എടുത്ത് വലതു ഭാഗത്തിന് മേൽ ചെരിഞ്ഞു കിടന്ന് ഈ ദിക്റിനെ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച് വിരിപ്പിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക എന്ന ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആലു ഇമ്രാനിലെ അവസാനത്തെ ആയത്ത്, ആ ആയത്തിനെ നാം ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഉണരുന്നത് വരെ ഇബാദത്ത് ചെയ്തവനെ പോലത്തെ പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം ഉറങ്ങുന്നതിന് മുമ്പ് വളരെ അധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദിക്റുകളൊക്കെ ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ നാം ചൊല്ലണം. തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ നാം ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഈ ദിക്റിനെ നമ്മുടെ ജീവിതത്തിന് നിത്യമാക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും അല്ലാഹു തആല നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.